ഹലോ ഫ്രണ്ട്സ്, കോപ്പ പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 ITയിലെ എല്ലാ ട്രേഡുകളുടെയും സിലബസ് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കോപ്പ ട്രേഡിലെ സിലബസിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കോപ്പ ട്രേഡിന്റെ പുതുക്കിയ സിലബസ്. ഈ സിലബസ് പ്രകാരം കോപ്പ ട്രേഡ് ഇപ്പോൾ NSQF ലെവൽ 3യിലാണ്. നേരത്തെ കോപ്പ ട്രേഡ് ലെവൽ 4ലായിരുന്നു. ഇപ്പോൾ NSQF ലെവൽ 3യിലാണുള്ളത്. എല്ലാവർക്കും അറിയുന്ന പോലെ കോപ്പ എന്നാൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ആണ്. 1 ഇയർ ട്രേഡ് ആണ്. നോൺ എഞ്ചിനീയറിംഗ് ട്രേഡ് കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് പുതുക്കിയ സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സിലബസ് ഫോർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്. ഈ ഒരു സിലബസ് നിങ്ങൾക്ക് bharatskills.gov.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സിലബസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ എന്തൊക്കെയാണ് പഴയ സിലബസിൽ നിന്നും ചേഞ്ചസ് വന്നിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോപ്പ ട്രേഡിന്റെ സിലബസിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സേഫ് വർക്കിംഗ് പ്രാക്ടീസസ്. ഇതിൽ സേഫ്റ്റി സിംബൽസിനെ കുറിച്ചും ഫയർ എക്സ്റ്റിങ്വിഷേഴ്സിനെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, ഹാർഡ്വെയർ പോർഷനായ കമ്പ്യൂട്ടർ പെരിഫറൽസ് ആൻഡ് ഇന്റേണൽ കോമ്പണൻസ്. ദെൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ, ഡോസ് ആൻഡ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആയ MS വേർഡ്, സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ MS എക്സൽ, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയ MS പവർപോയിന്റ്. ദെൻ ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആയ MS ആക്സസ് ആയിരുന്നു കഴിഞ്ഞ സിലബസിൽ പഠിക്കാനുണ്ടായിരുന്നത്. പുതുക്കിയ സിലബസിൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആയ MySQL ആണ് പഠിക്കാനുള്ളത്. അതായത് കഴിഞ്ഞ സിലബസിൽ MS ഓഫീസ് പാക്കേജിൽപ്പെട്ട 4 സോഫ്റ്റ്വെയർ പഠിക്കാനുണ്ടായിരുന്നു. MS വേർഡ്, MS എക്സൽ, MS പവർപോയിന്റ് ആൻഡ് MS ആക്സസ്. എന്നാൽ പുതിയ സിലബസിൽ MS ഓഫീസ് പാക്കേജിൽപ്പെട്ട 3 സോഫ്റ്റ്വെയർ മാത്രമേ പഠിക്കാനുള്ളൂ. വേർഡ്, എക്സൽ, പവർപോയിന്റ്. MS ആക്സസ് എന്ന ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഒഴിവാക്കി MySQL എന്ന കുറച്ചുകൂടി സ്കോപ്പുള്ള ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, ഇന്റർനെറ്റ്. ദെൻ ഡിസൈനിങ് സ്റ്റാറ്റിക് വെബ് പേജസ്. ഇതിൽ HTML-ഉം CSS-ഉം ആണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, ജാവാസ്ക്രിപ്റ്റ്. നെക്സ്റ്റ്, പ്രോഗ്രാമിംഗ് വിത്ത് VBA എന്ന പോർഷൻ ഒഴിവാക്കി അഡ്വാൻസ്ഡ് എക്സൽ എന്ന പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ടാലി ആയിരുന്നു മുമ്പ് പഠിക്കാനുണ്ടായിരുന്നത്. അത് ഒഴിവാക്കി പൈത്തൺ ഓർ ജാവ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചാൽ മതിയാവും. ഇതാണ് ടാലിക്ക് പകരം ആഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇ-കൊമേഴ്സ്, സൈബർ സെക്യൂരിറ്റി. ദെൻ ഒരു പുതിയ ടോപ്പിക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇത്രയാണ് കോപ്പ സിലബസിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ്. നെക്സ്റ്റ്, കോപ്പ ജോബ് പ്രൊഫൈൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ലാബ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ ട്രെയിനർ, പ്രൈവറ്റ് ബിസിനസ് ആയ സൈബർ കഫേ, കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്, കമ്പ്യൂട്ടർ ഷോപ്പ് എക്സെട്ര. നെക്സ്റ്റ്, നമുക്ക് കോപ്പ ട്രേഡ് പാസ്സായവർക്ക് ജോബ് നൽകുന്ന ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റെയിൽവേസ്, ONGC, NTPC, സെയിൽ, ഗെയിൽ, HPCL, ബെൽ, പവർ പ്ലാന്റ്സ്, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO, നേവിയിലെ ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ദെൻ മുനിസിപ്പൽ കോർപ്പറേഷൻ. അല്പം വൈകിട്ടാണെങ്കിലും കോപ്പ ട്രേഡിന്റെ പുതുക്കിയ സിലബസിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ITI കുറിച്ചും അതുപോലെ കോപ്പ ട്രേഡിനെ കുറിച്ചും വളരെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് I ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.